എല്ലാവർക്കും മനോഹരമായ മറ്റൊരു പ്രഭാതത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഓരോ പുതിയ പ്രഭാതങ്ങളും നമുക്ക് തരിക പുതിയ ആശയങ്ങളാണ്. വണ്ടർ വേൾഡിന്റെ ഓരോ ട്രെയിനിങ് സീരീസിലൂടെയും നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രോത്സാഹനവും പിന്തുണയും ഒക്കെ ഞങ്ങൾക്കും കൂടുതൽ ശക്തി പകരുന്നു. ജീവിതത്തിൽ മാർക്കറ്റിങ്ങും സെയിൽസും പോലുള്ള സ്ട്രാറ്റജികൾ പഠിക്കുന്നതിനേക്കാളും അതിനപ്പുറം നമുക്കൊരു നല്ല ജീവിതശൈലി നേടിയെടുക്കുക എന്നതാണ് ഇത്തരം പ്രോഗ്രാമുകളുടെ പ്രധാനമായ ഉദ്ദേശം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഓരോ ദിവസവും ഇതിൽ റെഗുലറായി കൂടി വരുന്നവരുടെ മുഖത്തു നിന്നും അവരുടെ വാക്കുകളിൽ നിന്നും ഒക്കെ തെളിയുന്നത് ഇതിനെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് വളരെ ഗൗരവത്തോടെയാണ് എന്നതാണ്. ജീവിതത്തിൽ ഓരോ ദിവസവും ഇതുപോലെ ലഭിക്കുന്ന നല്ല സന്തോഷങ്ങൾ കൂടുതൽ നിങ്ങളുടെ ആശയങ്ങൾ ഏറ്റെടുക്കുവാൻ, മനസ്സിലാക്കി പഠിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് വരാം. ലോകത്തെ ഏറ്റവും വില കൂടിയ ബോൺസായി ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരുപക്ഷെ ബോൺസായി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഒരു വലിയ മരം, വർഷങ്ങളുടെ പഴക്കമുള്ള മരം, ഒരു ചെറിയ ചെടിച്ചട്ടിയിലാക്കി മേശപ്പുറത്ത് വെക്കാൻ കഴിയുന്ന ചൈനീസ് രീതിയാണ് അഥവാ ബഡ്ഡിംഗ് രീതിയാണ് ബോൺസായി. ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴും പടങ്ങളിലോ അല്ലെങ്കിൽ എക്സിബിഷനിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. വളരെ വിലയാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയോളം വില വരുന്ന ബോൺസായി ചെടികളുണ്ട്. എങ്ങനെയാണ് ഒരു വലിയ വൃക്ഷം, ഒരുപക്ഷെ ആൽമരം പോലെയുള്ള വലിയ മരങ്ങളെ ഒരു ചെറിയ പോട്ടിനുള്ളിൽ, ഒരു ചെറിയ ചെടിച്ചട്ടിക്കുള്ളിൽ, ഒരുപക്ഷെ ഒരു ചെറിയ കപ്പിനുള്ളിലാക്കി ഒരു മേശപ്പുറത്തേക്ക് കൊണ്ടുവരിക? വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് ചിന്തിക്കണം. അവരുടെ സിദ്ധാന്തം പറയുന്നത് ഓരോ ദിവസവും കൃത്യമായ രീതിയിൽ ഈ ചെടിയെ ഒരുക്കിയെടുക്കുവാനായി ഇത്ര ദിവസത്തെ വളർച്ച കഴിയുമ്പോൾ ആ മണ്ണിൽ നിന്നും അത് പറിച്ചെടുക്കും. അതിനെ മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയതിനു ശേഷം അതിന്റെ വേരുകൾ കട്ട് ചെയ്ത് മാറ്റും. വീണ്ടും അതിന് വേണ്ടുന്ന മാന്യൂർ പ്രോസസ്സുകളൊക്കെ ചെയ്ത് വീണ്ടും കുറച്ച് നാളുകൂടി വളരാൻ അനുവദിച്ചിട്ട് വീണ്ടും അടുത്ത പാത്രത്തിലേക്ക് ആക്കും. അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ വേണ്ട കൃത്യമായ പരിചരണം പ്രത്യേക രീതിയിൽ കൊടുത്ത് പിന്നീട് അതിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ചെടികളുടെ ഇലകളും മരങ്ങളുടെ ബ്രാഞ്ചുകളും ഒക്കെ എങ്ങനെ വരണം എന്ന് കൃത്യമായി തയ്യാറാക്കിയിട്ടാണ് ഇങ്ങനെയൊരു മരം അഥവാ ബോൺസായി മരത്തെ വർഷങ്ങൾ കൊണ്ട് ഒരുക്കിയെടുക്കുക. പ്രിയമുള്ളവരെ, വർഷങ്ങൾ കൊണ്ട് പല ബിസിനസ്സുകളും നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? ഈ ബിസിനസ്സിനെ കൃത്യമായ രീതിയിൽ ഒരുക്കണമെങ്കിൽ കേവലം ബിസിനസിന്റെ ആശയങ്ങൾ പഠിച്ചിട്ടോ അതെങ്ങനെ അവതരിപ്പിക്കണം എന്നറിഞ്ഞിട്ടോ സെയിൽസ് ക്ലോസിംഗ് കൃത്യമായി കഴിഞ്ഞത് കൊണ്ടോ കാര്യമില്ല. അതിന് കൃത്യമായ ഫോളോ അപ്പ് ആവശ്യമാണ്. ഏതൊരു ബിസിനസ്സിനും ഏതൊരു ആശയത്തിനും ഫോളോ അപ്പ് കൂടിയേ പറ്റൂ. പല ട്രെയിനിങ്ങിലും ഞാൻ പറയാറുണ്ട്, ഈ കാമുകൻ കാമുകിയെ സ്വന്തമാക്കുന്നത് പോലെയാണ് ഫോളോ അപ്പ് എന്ന്. എവിടെയോ ഉണ്ടായിരുന്ന രണ്ടുപേർ പരസ്പരം കണ്ടുമുട്ടിയത് കൊണ്ട് ഒരിക്കലും അവരുടെ ഇടയിൽ സ്നേഹം വളരില്ല. കാമുകന്മാരായിട്ടുള്ള ആരെങ്കിലും ഈ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ വിവാഹം കഴിച്ചത് പ്രണയിച്ചാണെങ്കിൽ അവർക്കറിയാം നിരന്തരമായ ഫോളോ അപ്പ്. അന്നത്തെ കാലത്ത് ഫോൺ ഉണ്ടായിരുന്നോ, എഴുത്തുണ്ടായിരുന്നോ, ഇന്നത്തെ പോലെ വാട്സപ്പ് ഉണ്ടായിരുന്നോ എന്നുള്ളതല്ല. ഏത് മീഡിയം ഉപയോഗിച്ചാണെങ്കിലും കൃത്യമായ രീതിയിൽ ഒരു ഫോളോ അപ്പിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ ആൽമര തണലിൽ കാത്തു നിൽക്കും, കുളക്കടവിലായിരിക്കാം, ബസ് സ്റ്റോപ്പിലായിരിക്കാം. ഇന്നിപ്പോ സാഹചര്യങ്ങൾ പലതും മാറിപ്പോയി അല്ലേ? എവിടെയാണെങ്കിലും കൃത്യമായ രീതിയിൽ കൃത്യമായ ഇടവേളയിൽ ആ വ്യക്തിയെ, പരസ്പരം സ്നേഹിക്കുന്ന ആ വ്യക്തിയെ വേണ്ട രീതിയിൽ ഇംപ്രസ് ചെയ്യുവാൻ അവിടെ ഒരു സെയിൽസ് ക്ലോസിംഗ് ആണ് നടക്കുന്നത് അല്ലേ? ജീവിതത്തിലെ സെയിൽസ് ക്ലോസിംഗ്. ഇതിനു വേണ്ടി കൃത്യമായ രീതിയിൽ ആശയങ്ങളെ അവർ ഉൾക്കൊള്ളുന്നു. എങ്ങനെ നാളെ കാണണം, എന്ത് കാര്യം പറയണം, ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നു. കാരണം ജീവിത പ്രശ്നമാണ്. അങ്ങനെ കൃത്യമായ രീതിയിൽ ഒരു ഫോളോ അപ്പിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ടാണ് പല പ്രണയിനികളും അല്ലെങ്കിൽ പ്രണയിതാക്കളും വിവാഹ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാവുക. അതിനുശേഷമുള്ള കാര്യം ഇവിടെ നിൽക്കട്ടെ കേട്ടോ, നമുക്ക് അത്രയും മതി. ഞാൻ പറഞ്ഞു വന്നത്, കൃത്യമായ ഒരു ഫോളോ അപ്പ് നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനോട് ആവശ്യപ്പെട്ട്, സെയിൽസിനോടും മാർക്കറ്റിങ്ങിനോടും ഒക്കെ ആവശ്യപ്പെട്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്.
പക്ഷെ ഒരുപക്ഷെ നിങ്ങൾ നമ്മുടെ ഇന്നലത്തെ ഫ്ലയറിനോടൊപ്പം കണ്ട ആശയം ശ്രദ്ധിച്ചു കാണും. കോവിഡിന് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് വരെയും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗും അല്ലെങ്കിൽ സെയിൽസും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ക്ലോസിംഗും ഫോളോ അപ്പും ഒക്കെ പരിചയമാണ്. അതിൽ തെറ്റില്ല. അത് നന്നായിട്ട് അറിയാവുന്നവരാണ് നിങ്ങളിൽ പലരും. നിങ്ങൾ ആ ബിസിനസ് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ കോവിഡിന് ശേഷം വന്ന മാറ്റത്തെക്കുറിച്ച് നമ്മൾ ബോധവാനായെങ്കിൽ മാത്രമേ നമ്മുടെ ഇന്നത്തെ വിഷയം പറയുന്ന പോലെ സ്ട്രാറ്റജിക്കൽ ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. എന്താണ് കോവിഡിന് ശേഷം വന്ന മാറ്റം? നമുക്കറിയാം ചെറുതാണെങ്കിൽ പോലും, അതായത് ഒരു 3-4 വർഷത്തെ കാലയളവാണെങ്കിൽ പോലും വലിയ മാറ്റങ്ങൾ പല കാര്യങ്ങളിലും സംഭവിച്ചതായിട്ട് നമുക്കറിയാം. പ്രത്യേകിച്ച് കോവിഡിന്റെ നാളുകളിൽ. ഈ ഒരു മാറ്റം ഇന്നും തുടരുന്നുണ്ട്. ജനിതക മാറ്റം പോലെ തന്നെയാണ് നമ്മുടെ സ്വഭാവത്തിന് വന്ന മാറ്റം. ഒരു കോവിഡ് കാലഘട്ടത്തെ അതിജീവിച്ച് വന്ന നമ്മൾ ഒരു പുതിയ ബിസിനസ് ആയാലും ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ആണെങ്കിലും അത് മാറി ചിന്തിക്കേണ്ട രീതിയിൽ അല്ലെങ്കിൽ മാറി ഫോളോ അപ്പ് ചെയ്യേണ്ട രീതിയിലേക്ക് എന്തുകൊണ്ട് മാറ്റം വന്നിരിക്കുന്നു അല്ലെങ്കിൽ ആ മാറ്റം എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം കസ്റ്റമർ ബിഹേവിയർ മാറി എന്നുള്ളതാണ്. ഒരു 4-5 കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് പറയുന്നത് കേട്ടോ. കസ്റ്റമർ ബിഹേവിയർ മാറി. ഇനി ആളുകളുടെ ചിന്തകളും ഡെസിഷൻസും ഒക്കെ ഡിജിറ്റലായി മാറി. അല്ലേ? കസ്റ്റമർ ബിഹേവിയർ മാറി. ആളുകളുടെ ചിന്താഗതികളുടെ അതായത് രീതികൾ ഡിജിറ്റലൈസ്ഡ് ആയി മാറി. ഇന്ന് പല കാര്യങ്ങളും ചെയ്യുന്നതിന് ഓൺലൈൻ സംവിധാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാം എന്ന ചിന്തയിലേക്ക് അവർ വന്നു. ഇത്തരത്തിലുള്ള ആശയങ്ങൾ നല്ലതാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ വരുന്ന കാലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളുടെ കമ്പനി തരുന്നതും ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ആ മാറ്റം നല്ലതാണ്. പക്ഷെ കസ്റ്റമറിന്റെ ബിഹേവിയർ മാറി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. പണ്ട് ചിന്തിച്ചിരുന്ന രീതിയിലല്ല ആളുകൾ ചിന്തിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്കറിയാം നേരത്തെ നമുക്ക് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് വളരെ അനിവാര്യമായിരുന്നു നമ്മുടെ ബിസിനസ്സിന്, അല്ലേ? അതായത് ഫിസിക്കലി ഫേസ് ടു ഫേസ് കണ്ട് സംസാരിച്ചെങ്കിൽ മാത്രം ബിസിനസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യം അന്ന് അതേ ഉള്ളായിരുന്നു. പക്ഷെ ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി മാറി. അത് വിർച്വലിയും ഡിജിറ്റലിയും ക്ലോസ് ചെയ്യാവുന്ന അളവിലേക്ക് വന്നിട്ടുണ്ട്. അതിന് പറയുക ബിൽഡിംഗ് ട്രസ്റ്റ് റിമോട്ട്ലി എന്നാണ്. ഒരു വ്യക്തി തമ്മിലുള്ള ട്രസ്റ്റ്, ഒരു വിശ്വാസം ബിസിനസ്സിനോട് ബന്ധപ്പെട്ട് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ അവർ നേരിട്ട് കാണണം, പരസ്പരം നേരിട്ട് ഫേസ് ടു ഫേസ് കാണണം എന്നത് ഇന്ന് ആവശ്യമില്ലാതായിരിക്കുന്നു. ഒരുപക്ഷെ ഈ ആശയത്തെ ഉൾക്കൊള്ളാൻ തുടർന്നുള്ള പോയിന്റുകൾ നമ്മളെ സഹായിക്കും. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു, കസ്റ്റമറിന്റെ ബിഹേവിയർ മാറി. 2, ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് അഥവാ ഫിസിക്കലി നേരിട്ട് പോയി കണ്ട് സംസാരിക്കുന്നത് ഒരു പരിധി വരെ ഇന്ന് ആവശ്യമില്ലാതാക്കി തീർത്തിട്ടുണ്ട്. മൂന്നാമത്തെ സംഗതി എന്താണ്? ഡെസിഷൻ സൈക്കിളിന്റെ ദൂരം വർദ്ധിച്ചു എന്നുള്ളതാണ്. പണ്ട്, അതായത് കോവിഡിന് മുമ്പ് ഏത് കാര്യത്തിനും ഒന്ന് അറ്റംപ്റ്റ് ചെയ്തേക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളായിരുന്നു പലരും. കാരണം അവരുടെ ആവശ്യത്തിന് പൈസയുണ്ട്. ഏത് രീതിയിലും പ്രോഫിറ്റബിൾ ആവുന്ന ഒരു ആശയത്തെ കിട്ടിയാൽ പ്രത്യേകിച്ച് ഒന്നും ഡെസിഷൻ മേക്കിംഗ് ചെയ്യേണ്ട കാര്യമില്ല അവർക്ക്. നല്ല ആശയത്തെ ആണെന്ന് തോന്നി അപ്പൊ തന്നെ അതിനെ ഏറ്റെടുക്കും. പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ളവർക്കറിയാം സ്പോട്ട് ക്ലോസിംഗ്, അല്ലെ? സ്പോട്ട് ക്ലോസിംഗ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് പലരും. എന്താണ് സ്പോട്ട് ക്ലോസിംഗ്? നമ്മളൊരു ആശയം അവതരിപ്പിച്ചു, അതിനെ കൃത്യമായി ഗൗരവത്തോടു കൂടി കാണുവാൻ കഴിഞ്ഞു, അപ്പോൾ തന്നെ അതിന്റെ പേയ്മെന്റ് ചെയ്ത് ആ ബിസിനസിനെ ഏറ്റെടുക്കുന്നതിനാണ് സ്പോട്ട് ക്ലോസിംഗ് എന്ന് പറയുക. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ് കേട്ടോ. ഇത്തരത്തിലുള്ള സ്പോട്ട് ക്ലോസിംഗ് സംഭവിക്കുക ഡെസിഷൻ മേക്കിംഗ് വളരെ ഫാസ്റ്റ് ആയതുകൊണ്ടാണ്, അഥവാ ഡെസിഷൻ സൈക്കിൾ വളരെ ഫാസ്റ്റ് ആയതുകൊണ്ടാണ്. എന്നാൽ കാലഘട്ടം മാറി, ചിന്താഗതികൾ മാറി. ഇന്ന് ആളുകൾ കൃത്യമായി ആലോചിച്ചിട്ട് മാത്രമേ ഒരു ആവശ്യത്തിന് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ചെയ്യുകയുള്ളൂ. കാരണം അത്രമേൽ ആവശ്യങ്ങൾ അവർക്കുണ്ട്. കോവിഡ് പഠിപ്പിച്ച പാഠവും അതാണ്. അതുകൊണ്ട് ഡെസിഷൻ സൈക്കിളിന്റെ ദൂരം വർദ്ധിച്ചു. ഇനി 4-മത്തെ സംഗതി എന്താണ്? ഒരു ബിസിനസ് ക്ലോസ് ചെയ്യുക എന്നത് ഒരു മാർക്കറ്റിംഗ് കണക്ഷൻ അപ്പുറം അതൊരു ഇമോഷണൽ കണക്ഷനായി മാറിയിരിക്കുന്നു. ഒരുപക്ഷെ ഇപ്പൊ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ, കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ സംസാര ക്ലാസ്സിലും കേട്ടുന്നു ഇമോഷണൽ മാർക്കറ്റിംഗ്. കാരണം ബിസിനസ് ക്ലോസ് ചെയ്യുക എന്നുള്ളത് ആശയങ്ങളും നമ്മുടെ ബിസിനസ്സിലുള്ള അവസരങ്ങൾക്കപ്പുറം അവരുടെ ഫീലിങ്സുകളെ, വികാരങ്ങളെയും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇമോഷണലി കണക്ട് ചെയ്തിട്ടാണ് ഇന്നൊരു ബിസിനസ് നടക്കുക. അവിടെ നല്ല ശ്രോതാവായിരിക്കണം, അതായത് ആക്റ്റീവ് ലിസണർ ആയിരിക്കണം. 2, അവരുടെ സിമ്പതിയും എമ്പതിയും ഒക്കെ കണക്റ്റഡ് ആണ് ഒരു ബിസിനസ് ആശയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ. കേവലം ഒരു ബിസിനസ് ആളിലേക്ക് പുഷ് ചെയ്ത് സെയിൽ ക്ലോസ് ചെയ്യുക എന്നതിനപ്പുറം അവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ബിസിനസ് ക്ലോസ് ചെയ്യണം. പ്രിയമുള്ളവരെ, ഈ 4-5 കാര്യങ്ങൾ പറഞ്ഞെന്തിനാണ്?
നമ്മളുടെ ബിസിനസ്സിൽ സ്ട്രാറ്റജിക്കൽ ഫോളോ അപ്പ് ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ കാലത്തിന് ശേഷം നമ്മളുടെ മുമ്പിൽ ഈ ഒരു സ്ട്രാറ്റജിക്കൽ ഫോളോ അപ്പിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് ഈ 4-5 പോയിന്റുകൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. സാഹചര്യങ്ങൾ മാറി, കസ്റ്റമറിന്റെ ബിഹേവിയർ മാറി, ലോങ്ങർ ഡെസിഷൻ സൈക്കിൾ വന്നു. അതുപോലെ ഇമോഷണൽ കണക്ഷൻ മാർക്കറ്റിംഗ് കൂടുതൽ എഫക്റ്റീവ് ആക്കി തീർത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ സ്ട്രാറ്റജിക്കൽ ഫോളോ അപ്പ് നമുക്ക് ചെയ്യാൻ കഴിയും? പലയാവർത്തി നമ്മൾ ഏതൊരു ബിസിനസ്സിലും കേട്ടിട്ടുള്ള ആശയങ്ങൾ തന്നെയാണ് നമ്മൾ കേൾക്കുന്നതെങ്കിലും അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ കൃത്യമായിട്ട് നിയമം അനുസരിച്ച് മുന്നോട്ട് പോകേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതാണ് സ്ട്രാറ്റജിക്കൽ ഫോളോ അപ്പ് എന്ന് പറയുക അല്ലേ? ഒരാളെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഈ വാക്ക്. ഒരാളെ ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിരന്തരമായി അദ്ദേഹത്തിന് വേണ്ടുന്ന പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ കൊടുത്ത് ഒരു കാര്യത്തിന് വേണ്ടി മുന്നോട്ട് നയിക്കുക. എന്നാൽ സ്ട്രാറ്റജിക്കൽ ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നടത്തുന്ന ഓരോ ഫോളോ അപ്പിനും കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. വെറുതെ ഊഹാപോഹം പോലെ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടേക്കുന്ന പോലെ 2 ദിവസം കഴിയുമ്പോൾ അവരെ ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ അതിനുശേഷം വീണ്ടും അവരെ ഒന്ന് പോയി കാണുക, അതിനുശേഷം പറ്റിയെങ്കിൽ ഒന്ന് ഫോണിൽ മെസ്സേജ് അയക്കുക. ഇങ്ങനെ കേവലം ഒരു ഊഹാപോഹത്തോടു കൂടി ചെയ്യുന്ന രീതി മാറി അതിനൊരു സ്ട്രാറ്റജി ആവശ്യമാണ്. പലപ്പോഴും ഈ സ്ട്രാറ്റജി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ലിവറേജിങ് സംഭവിക്കാത്തത്. നിങ്ങളുടെ ബിസിനസ്സിൽ ലിവറേജിങ് സംഭവിക്കാത്തത്. എന്താണ് ലിവറേജിങ് അല്ലേ? പലർക്കും അറിയാം. നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പിന്നീട് ചിന്തിക്കുകയും ചെയ്യും. ഒരാളുടെ ബിസിനസ്സിന് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഒരു ടീം ജനറേറ്റ് ചെയ്യുക. ആ ടീമിലുള്ളവരെ പുതിയ മാനേജേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ പുതിയ എക്സിക്യൂട്ടീവ്സ് ആയിട്ട് അവരെ മാറ്റുക. ഇതിനൊക്കെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഇതേപോലെ തന്നെ ഒരു സ്ട്രാറ്റജി നമ്മുടെ ബിസിനസ്സിൽ ഫോളോ അപ്പിൽ ആവശ്യമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് ചെയ്യാൻ സഹായിക്കുന്ന ഒരു 5 പോയിന്റ് ആണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുക. 5 പോയിന്റ്. അത് വളരെ വാലിഡ് ആണ്. നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മുതലെങ്കിലും ശീലിച്ചു തുടങ്ങാം. അല്ലാത്തവർക്ക് ഇത് നോട്ട് ചെയ്യാം. പുതിയ മാറ്റങ്ങൾ അവർക്ക് വരുത്തേണ്ടതുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കാം. സ്ട്രാറ്റജിക്കൽ ഫോളോ അപ്പിന് വേണ്ട ആദ്യ പോയിന്റ് ടൈം ലൈൻസ് ഫോളോ അപ്പ് എന്നുള്ളതാണ്. എന്താണ് ടൈം ലൈൻസ് ഫോളോ അപ്പ്? ഈ ചില ആളുകൾ പറയും അല്ലെ, നമ്മളുടെ ബിസിനസ് നമുക്കറിയാം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇതിനകത്ത് സിസ്റ്റംസ് എല്ലാം നമ്മൾ പഠിക്കുന്നു. ആ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാവും ഇത് എത്രത്തോളം ഗൗരവത്തോടെ മുന്നോട്ട് ചെയ്യാൻ കഴിയും. ഒരു കൃത്യമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. പക്ഷെ അതിന് കൃത്യമായ ഒരു ഫോളോ അപ്പ് വേണം എന്ന് പറയുന്നതിനോട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്നത്. ഒരു ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ 2 ദിവസം അല്ലെങ്കിൽ ഒരാളെ നമ്മൾ പോയി കണ്ടു സംസാരിച്ചു. അയാൾക്ക് ഏകദേശം താല്പര്യമൊക്കെ ഉണ്ട്. ഈ ആശയത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായി അവർ പേയ്മെന്റ് ചെയ്യാനൊക്കെ റെഡിയാണ്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ചിന്തിക്കും, അടുത്ത ആഴ്ച ഒന്ന് വിളിക്കാം. അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലെ പോകുമ്പോൾ അവിടെ ഒന്ന് കയറാം. അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കഴിയട്ടെ. കാരണം പെട്ടെന്ന് പറഞ്ഞ ആവേശത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ അവര് നെഗറ്റീവ് ആയി പോയാലോ? അല്ലെ? ഇങ്ങനെയുള്ള ചില ചിന്തകൾ നമ്മളിലേക്ക് വരും. ആക്ച്വലി ഈ ചിന്തകളാണ് നമ്മുടെ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് നമുക്ക് ഒരാളെ കൊടുത്തു കഴിഞ്ഞാൽ ടൈം ലൈൻസിന്റെ കോൺസെപ്റ്റ് പറയുന്നതനുസരിച്ച് 24 മണിക്കൂർ മുതൽ 48 മണിക്കൂറിനുള്ളിൽ അവരുടെ ഇനിഷ്യൽ ആക്ഷൻ സംഭവിച്ചിരിക്കണം. ഐ റിപ്പീറ്റ്, ഒരു ബിസിനസ് നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസിനെ കുറിച്ച് ഒരു ഡെസിഷൻ മേക്കിംഗിൽ അവർ വരണമെങ്കിൽ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ ഇനിഷ്യൽ ആക്ഷൻ സംഭവിച്ചിരിക്കണം. എന്താണ് ഇനിഷ്യൽ ആക്ഷൻ? നമ്മൾ അവരെ പോയി കാണുന്നത് ചിലപ്പോൾ കിലോമീറ്റർ ദൂരെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ തൊട്ടടുത്തായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലായിരിക്കാം. എവിടെ വെച്ച് കണ്ടാലും 24 മണിക്കൂറിനുള്ളിൽ, അതായത് ഒരു ദിവസത്തിനുള്ളിൽ, 48 മണിക്കൂറിനപ്പുറം എക്സീഡ് ചെയ്യാനും പാടില്ല. അതായത് 1 മുതൽ 2 ദിവസം വരെയുള്ള ദൂരത്തിനുള്ളിൽ അവരെ കണ്ട് സംസാരിക്കണം. എന്താണ് അതിന്റെ കാരണം? ഒരു ഇനിഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത് കേവലം എന്തെങ്കിലും കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ല. അവര് ഈ പറയുന്ന ആശയങ്ങളെല്ലാം ഒന്നും ഓർത്തിരിക്കില്ല. പുതിയതായിട്ട് നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിൽ 6 തരം വരുമാനം കിട്ടുന്നു, അല്ലെങ്കിൽ ഇതിനെ കൃത്യമായ സ്ട്രാറ്റജിക്കലി നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇന്ന പ്രയോജനങ്ങൾ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ അവരുടെ മനസ്സിൽ ഏതെങ്കിലും 1, 2, 3 പോയിന്റ് മനസ്സിൽ തറയുള്ളൂ. ഓക്കെ, അപ്പോ ഇതും എന്ത് ചെയ്തേക്കാം, ഒരു 2-3 ദിവസത്തെ ദൂരം വന്നു കഴിഞ്ഞാൽ ഇതും മറന്നുപോകും. പിന്നെ ഇതിനോടൊരു നെഗറ്റീവ് മനസ്സിൽ ക്രിയേറ്റ് ആവും. 4, 5, 6 ദിവസം കഴിഞ്ഞ് നമ്മുടെ കോഡ് കാണുമ്പോൾ ഒരു പക്ഷേ അവരുടെ മനസ്സിൽ എന്തേ ഉണ്ടാവുള്ളൂ, ഇത് ആ പരിപാടിക്ക് വിളിക്കുന്നതാണ്, ആ പരിപാടിയിൽ ജോയിൻ ചെയ്യാൻ വിളിക്കുന്നതാണ്.
എന്നാൽ ആദ്യ ദിവസം കേട്ട ആ ഓപ്പർച്യൂണിറ്റിയും അവരുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്ന ലൈഫ് ചേഞ്ചിങ് കാര്യങ്ങളെല്ലാം മറന്നിട്ട് ഇവര് വിളിക്കുന്നത് ആ പരിപാടിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് എന്ന് ചിന്തിച്ച് നമ്മുടെ ഫോൺ കോളുകൾ ഒഴിവാക്കും. ഒരുപക്ഷെ ഫോൺ ബെല്ലടിക്കുന്നത് കണ്ടാലും എടുക്കാതിരിക്കും. പല അനുഭവങ്ങളാണ് കേട്ടോ ഈ പറയുന്നത്. അതിനുശേഷം എന്ത് പറ്റും? ആ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തേക്കാം, അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള വ്യക്തിബന്ധം തന്നെ ഇല്ലാണ്ടായേക്കാം. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒരുപക്ഷെ ഇൻഷുറൻസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ഇൻഷുറൻസ് ഏജന്റുമാരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വേഗത്തിൽ വീട്ടുകാരൻ ഓടി മറിയും. എന്താ കാര്യം? ബിസിനസ് പരമായിട്ട് ചിന്തിച്ചാൽ വളരെ ചെറിയൊരു കമ്മീഷൻ മാത്രം കിട്ടുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ പറയുന്ന LIC അല്ലെങ്കിൽ അതുപോലുള്ള ഇൻഷുറൻസ് കമ്പനികൾ ഏജന്റുമാർക്കുള്ളത്. ഒരു പോളിസി കവർ ചെയ്താൽ അതിന് ഇത്ര രൂപ പെർസെന്റേജ് ചെറിയൊരു കമ്മീഷൻ കിട്ടും. പക്ഷെ ഇത് എടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ലൈഫിൽ വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ് ചെന്നിരിക്കുന്നത്, അല്ലെ? ലൈഫിനെ ഇൻഷുർ ചെയ്യാനുള്ള ഒരു അവസരവുമായിട്ടാണ് ചെന്നേക്കുന്നത്. ഒരുപക്ഷെ അത് അവരുടെ കുടുംബത്തിന് ഗുണം ചെയ്തേക്കാം, കുട്ടികൾക്ക് ഗുണം ചെയ്തേക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതിനു വേണ്ടിയാണ് ഈ ഒരു ഏജന്റ് ചെല്ലുന്നതെങ്കിലും ഈ ഏജന്റ് അടുത്തുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട് ടോട്ടലി അവരെ ബാധിക്കും. എന്നിട്ട് എന്ത് പറ്റും? എങ്ങനെയെങ്കിലും കേൾക്കാം എന്ന് പറഞ്ഞത് കേൾക്കും. കുറെ നല്ല പ്ലാനുകളൊക്കെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് നല്ലതാണെന്ന് തന്നെ മനസ്സിലായി. അപ്പൊ അവര് പറയും ഇന്ന് പൈസ ഇല്ല, പിന്നെ കാണാം. ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ പിന്നെ കാണില്ല. കാരണം എന്താണ്? പിന്നീട് ഈ കമ്പനിയുടെ പേര് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. LIC അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു കമ്പനിയുടെ പേര് ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേരുണ്ടാവും, ആ പേര് മാത്രമേ വെളിയിൽ ഉണ്ടാവുള്ളൂ. അതിന്റെ പിന്നിൽ പറഞ്ഞ ആശയങ്ങളോ അതിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങളെ കുറിച്ചോ ഒന്നും അവരുടെ മനസ്സിലുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ബിസിനസ്സും. ഇതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണെന്നും AI ഉപയോഗിച്ചുകൊണ്ടൊരു സംവിധാനം ഒരു ഫസ്റ്റ് ടൈം ഒരു DSL ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഇതിന് മുന്നിലുള്ള ഫ്യൂച്ചർ എന്താണെന്നും കുട്ടികളുടെ ജീവിതത്തിൽ ഇത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയെന്നും മാതാപിതാക്കൾക്ക് ഇത് എങ്ങനെ ഗുണപ്പെടുമെന്നും പ്രത്യേകിച്ച് പുതിയ ആളുകൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അതുപോലുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ഇതൊരു പ്രൊമോഷണൽ റെഫറൻസ് ടൂൾ ആയിട്ടൊക്കെ മാറുന്നതൊക്കെ പഠിപ്പിച്ചു കേട്ടോ. ഇതെല്ലാം മനസ്സിലാക്കി, എല്ലാം ഓക്കെ പറഞ്ഞു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒരു 4-5 ദിവസത്തെ ദൂരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പനിയുടെ പേരും നമ്മുടെ പേരും മറക്കാൻ അവർ തയ്യാറായിട്ടുണ്ടാവും. പ്രിയമുള്ളവരെ, മനസ്സിൽ പിടിക്കേണ്ട ഒരു പോയിന്റ് ആണിത്. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇനിഷ്യൽ ആക്ഷൻ സംഭവിച്ചിരിക്കണം. അതെന്തുമാകാം, അല്ലെ? അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് പേഴ്സണലൈസേഷൻ ആണ്. എന്താണ് പേഴ്സണലൈസേഷൻ? നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും വ്യക്തിപരമായിട്ട് അവരെ ഒന്ന് കണ്ടെത്തിയിട്ട് വേണം സംസാരിക്കാൻ. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അവരുടെ പെയിൻ പോയിന്റ് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. ഞങ്ങൾ പല വീടുകളിലും വിസിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പല ആളുകളെയും കാണുമ്പോൾ അവരോട് നമ്മൾ അല്ലെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് സംസാരിക്കും. അവിടെ നമുക്ക് അവരുടെ പെയിൻ പോയിന്റ് മനസ്സിലാക്കാൻ പറ്റും. കസ്റ്റമറിന്റെ പെയിൻ പോയിന്റ് തിരിച്ചറിയുന്ന വ്യക്തിക്ക് അവിടെ വേണം സൊല്യൂഷൻ ഫൈൻഡറായി നമ്മളുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് ലഭ്യമാകാൻ. അതുകൊണ്ട് അവരുടെ നീഡ് എന്താണ്, അവരുടെ കൺസേൺ എന്താണ്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ആദ്യത്തെ ചെറിയ സംസാരത്തിൽ തന്നെ അത് ക്ലിയർ ആവും. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പേഴ്സണലൈസേഷന്റെ ഒരു സ്ട്രാറ്റജിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അവരുടെ പേര് പറയുമ്പോൾ വളരെ ചെറിയൊരു കാര്യമാണെങ്കിലും അതിന് വലിയ ഇമ്പാക്ട് ജനറേറ്റ് ചെയ്യപ്പെടും. ഫസ്റ്റ് ടൈം ഞാനിപ്പോൾ സുധീർ സാറിനെ കാണുകയാണ്. ഓക്കെ, സെക്കൻഡ് ടൈം ഞാൻ കാണുമ്പോൾ സുധീർ സാറെ നമസ്കാരം എന്ന് പറഞ്ഞാൽ സാറിനുണ്ടാകുന്ന ഒരു വാല്യൂ ക്രിയേഷൻ ഉണ്ടല്ലേ? ആ പുള്ളിക്കാരൻ എന്റെ പേര് ഓർത്തിരുന്നല്ലോ, അല്ലേ? ഒരുപക്ഷെ നമ്മള് സൂം മീറ്റിംഗ് കണ്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, സൂം മീറ്റിംഗിൽ കണ്ട എന്നെയാണ് നിങ്ങൾ കാണുന്നത്. പലരും നിങ്ങളെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ക്യാമറകൾ പലരും ഓഫ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതിന്റെ ഒരു സങ്കടമുണ്ട്. അത് എല്ലായ്പ്പോഴും നമ്മൾ പറയുന്നു. എങ്കിലും ഓൺ ആക്കി വെച്ചിട്ട് ഇരിക്കുന്നവരെ പോലെ നിങ്ങളും ഓരോരുത്തരും നിങ്ങളുടെ ക്യാമറ ഓൺ ആക്കുന്ന ഒരു സമയം വരും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ശനിയാഴ്ചത്തെ പ്രോഗ്രാമിന് വന്നപ്പോൾ എന്നെ പലരും തിരിച്ചറിയും. കാരണം ഞാനാണല്ലോ ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് വന്ന് ഇങ്ങോട്ട് പറഞ്ഞു, സാറിനെ ഞങ്ങൾ സൂമിൽ കാണാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഓക്കെ, സന്തോഷം. അവരുടെ പേര് പറയുമ്പോൾ അയ്യോ ഇനി ആളെന്നല്ലോ. കാരണം എന്താ, കുറഞ്ഞ പക്ഷെ അവരുടെ പേരെങ്കിലും ഞാനിവിടെ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സ്ക്രീനിൽ പല പേരുകൾ അല്ലെ? ഇവിടെ ധന്യ കാണുന്നുണ്ട്, സനൽകുമാർ സാറിനെ കാണുന്നുണ്ട്, സുരേഷ് സാറിനെ കാണുന്നുണ്ട്, സുശീല വിദ്യാധരൻ മാഡത്തിനെ കാണുന്നുണ്ട്, അതുപോലെ ഫ്രാൻസിസ് സാറ്, മിനി, ഇങ്ങനെ തുടങ്ങി ധാരാളം പേരുകൾ നമ്മൾ കാണുന്നുണ്ട്.
ഞാൻ വെറുതെ ഇപ്പോൾ ഈ പേരുകൾ വായിച്ചപ്പോൾ തന്നെ ഈ പേരിലുള്ള ആ വ്യക്തിത്വം, അതായത് ഈ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്ന ആ വ്യക്തികൾക്ക് എന്ത് തോന്നിക്കാണും? അല്ലേ? ഞാൻ വെറുതെ ഒരു പേര് പറഞ്ഞതേ ഉള്ളൂ. അവരുടെ ഉള്ളിലൊരു ഫീല് വരും. ക്യാമറ ഓൺ ആക്കിയിരിക്കുന്നവരുടെ പേര് ഞാൻ മനഃപൂർവ്വം പറയുന്നതാ കേട്ടോ. കാരണം നിങ്ങൾ ആക്റ്റീവ് ആണ്. ഓക്കെ. ഈ പേര് വിളിക്കുന്നത് അവരിൽ ഒരു ഒരു എന്താ പറയുന്നത്, ഒരു വാല്യൂ ക്രിയേഷൻ സംഭവിക്കും. ആ, എന്നെ പരിഗണിച്ചു. ഇത് നമ്മളുടെ ബിസിനസ്സിൽ ആവശ്യമാണ്. നമ്മൾ ആദ്യമായിട്ട് കണ്ടെത്തിയ ഒരുപക്ഷെ നിങ്ങളൊരു ഹോം മീറ്റിംഗ് ആണ് നടത്തുന്നത്. അല്ലെങ്കിൽ ഒരു ഹാളിലാണ് പ്രോഗ്രാം നടത്തുന്നത്. എവിടെ ആയിക്കൊള്ളട്ടെ. വളരെ ശ്രദ്ധിച്ച് ആക്റ്റീവായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകളുടെ പേരുകൾ നിങ്ങൾ പിക്ക് ചെയ്യണം. ഒരുപക്ഷെ നിങ്ങൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോഴായിരിക്കാം സ്റ്റേജിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിലായിട്ടിരിക്കുന്നവരോട് ചോദിക്കും, "മാഡത്തിന്റെ പേരെന്താണ്? സാറിന്റെ പേരെന്താണ്?" ചോദിച്ചു. ഈ ചോദിക്കുന്ന പേരുകൾ നിങ്ങൾ മറക്കരുത്. ഒരുപക്ഷെ നിങ്ങൾ വിളിച്ച് 3, 4 പേരോട് സംസാരിക്കുമ്പോൾ ഒരു പരിചയമില്ല ഒരാളായിരിക്കും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അവരുടെ കൂടെ ഒരു 3, 4 പേരുണ്ടെങ്കിൽ അവരുടെ പേരുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാണുന്നത് 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിരിക്കും. ഇനീഷ്യൽ ആക്ഷൻ. ആ സമയത്ത് നിങ്ങൾ അവരുടെ പേര് ഉപയോഗിച്ച് നോക്കൂ. അവര് വളരെ ഹാപ്പിയാവും. ഇതൊരു സ്ട്രാറ്റജിയാണ് കേട്ടോ. നിങ്ങൾ ഏത് കാര്യത്തിൽ ഉപയോഗിച്ചോ, ഈ കാര്യം നിങ്ങൾക്ക് ആ വ്യക്തിപരമായിരിക്കുന്ന പേഴ്സണലൈസേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നവര് തീർച്ചയായും അതിന്റെ ലെവൽ 1 ക്രോസ് ചെയ്തിട്ടുണ്ടാവും. കാരണം പേര് വിളിച്ചുകൊണ്ട് സംസാരിക്കേണ്ടത് ഇത്തരം സാഹചര്യങ്ങളിൽ ആവശ്യമാണ്. ഇനി അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരുടെ നീഡ് തിരിച്ചറിയുക. എന്താണ് അവരുടെ കൺസേൺ? എന്താണ് അവരുടെ ഇൻട്രസ്റ്റ്? അപ്പോഴേക്കും അവര് മനസ്സ് തുറക്കും. ചേട്ടാന്നോ ചേച്ചിയെന്നോ ഒക്കെ വിളിച്ചുകൊണ്ട് അവരുടെ കുഞ്ഞിന്റെ പ്രശ്നങ്ങൾ പറയും. ഇല്ലെങ്കിൽ അവര് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം പറയും. ഇനി അല്ലെങ്കിൽ അവരുടെ കുടുംബത്തില് അറിയാവുന്നൊരു പ്രശ്നം പറയും. ഒരുപക്ഷെ ഒരു ടീച്ചർ ആണെങ്കിൽ അറിയാം അല്ലേ? അവരുടെ സ്റ്റുഡന്റ്സ് പലരും ഇതുപോലുള്ള പ്രശ്നങ്ങൾ, കാരണം പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കുന്ന ഡിജിറ്റൽ പ്രൊഡക്റ്റ് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷനോട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരെ നേരിട്ട് അനുദിനം കാണുന്ന വ്യക്തികളാണ് ടീച്ചേഴ്സ്. അതുകൊണ്ട് ടീച്ചേഴ്സിന് ഈ കാര്യത്തില് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടാവും. അപ്പൊ നിങ്ങൾ പറയാണ്, "ടീച്ചറെ എനിക്ക് 2:30ക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ടീച്ചർ പെട്ടെന്ന് പറയുകയായിരുന്നെങ്കിൽ എനിക്ക് പോകായിരുന്നു." ഇതായിരിക്കണോ നമ്മുടെ ആറ്റിറ്റ്യൂഡ്? ഒരിക്കലും പാടില്ല. അവിടെയാണ് ഒരു ആക്റ്റീവ് ലിസണർ ആയിട്ട് നമ്മൾ മാറേണ്ടത്. അവര് പറയുന്ന ആ കാര്യങ്ങളെ കേൾക്കാൻ നമ്മളെ വിട്ടുകൊടുക്കുക. അത് കേൾക്കേണ്ട കാര്യം എന്താണ്? അവരിത് പറയാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളത് കേൾക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം അവര് കേൾക്കുകയുള്ളൂ. ഒരു വ്യക്തിക്ക് അയാൾ പറയുന്ന കാര്യത്തിന് ഒരു മികച്ച ശ്രോതാവായിരിക്കുക എന്നത് ആ വ്യക്തിയോടുള്ള മാന്യതയും മര്യാദയുമാണെന്ന് ഓർക്കുക. ഇത് നമ്മുടെ സമയത്തിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യരുത്. കാരണം അവർക്ക് കസ്റ്റമർ ഈസ് ദ കിങ് അല്ലേ? നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ ചെന്നാലും കാണുന്ന ഒരു വാചകമാണ്. നമ്മള് അവരെ പരിഗണിക്കുന്നെങ്കിൽ മാത്രമേ അവർ നമ്മളെ തിരിച്ച് പരിഗണിക്കുകയുള്ളൂ. അവരുടെ പ്രശ്നത്തിന് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങൾ ചെന്നിട്ട് ഇതൊന്നും കേൾക്കാതെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇതാണ്, ഞങ്ങളുടെ ബിസിനസ് പ്ലാൻ ഇതാണ്, ഞങ്ങളുടെ ബിസിനസ് പ്ലാനിൽ ഇത്ര ഇൻകം കിട്ടും എന്ന് പറയുന്നതിലോ അത് പറഞ്ഞ് പഠിപ്പിക്കുന്നതിലോ അല്ല നമ്മുടെ വിജയം. അവരുടെ ഒരു പ്രശ്നത്തെ പരിഹരിക്കപ്പെടാൻ കഴിയണം. അങ്ങനെ ചെയ്യാനാണ് പേഴ്സണലൈസേഷൻ എന്ന പോയിന്റ് നമ്മളോട് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ദ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്. ക്ലിയർ ദ ഒബ്ജക്റ്റീവ്. എന്താണ് ഈ ക്ലിയർ ദ ഒബ്ജക്റ്റീവ്? ഒരു ബിസിനസ്സിൽ നമ്മൾ ഒരു ആശയം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് വേണ്ടത് എന്നതിനെ നമ്മൾ ചെറിയ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അവരോട് ചോദിച്ചിരിക്കണം. ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ. എങ്ങനെയാണ് ഇത് സാധ്യമാകുക? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പഴയ രീതിയിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അല്ലേ? ഇനിഷ്യൽ ആക്ഷൻ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റാണ്. ഇനിഷ്യൽ ആക്ഷൻ സംഭവിക്കേണ്ടത് 24 മണിക്കൂറിനുള്ളിൽ ആണ് എന്ന് പറഞ്ഞാൽ അത് ഫേസ് ടു ഫേസ് പോയി കണ്ടിട്ടല്ല. പകരം അവർക്ക് നമുക്ക് മെസ്സേജ് അയക്കാം, എസ്എംഎസ് അയക്കാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന കാര്യമാണ്. പലരും ചിന്തിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ മെസ്സേജ് അയക്കുന്നത്. സോഷ്യൽ മീഡിയയെക്കാളും ഇപ്പോഴും ആക്റ്റീവായിട്ട് ആളുകൾ ശ്രദ്ധിക്കുന്ന നോട്ടിഫിക്കേഷൻ എസ്എംഎസുകളാണ്. നിങ്ങൾക്ക് എന്നെ തിരുത്തണമെങ്കിൽ തിരുത്താം. കാരണം നിങ്ങൾ ലോൺ അടയ്ക്കാനുള്ള മെസ്സേജ് വാട്സപ്പിലല്ല വരുന്നത്. നിങ്ങൾ ഏതെങ്കിലും കമ്പനിയുടെ എമൗണ്ടുകൾ റിന്യൂ ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാഹനത്തിന്റെ ഇൻഷുറൻസ് അടയ്ക്കാനുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് എസ്എംഎസ് ആയിട്ടാണ് ആദ്യം അയക്കുക. ഈ എസ്എംഎസിലെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ ആദ്യം നോക്കുകയും ചെയ്യുക. അതിനുശേഷം വാട്സപ്പിലെ മെസ്സേജിന് പ്രയോറിറ്റി കൊടുക്കും. സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. എസ്എംഎസിന് കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി ഇന്നും വളരെ വലിയതാണ്. അതുപോലെ തന്നെ ഇമെയിൽ നോട്ടിഫിക്കേഷൻ.
ഇതൊക്കെ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എന്നാലും നമ്മൾ എന്താ പറയുകയുള്ളൂ, വാട്സാപ്പിലൂടെയുള്ള ചാറ്റാണ് എളുപ്പം. ശരിയാണ്. വാട്സാപ്പിലൂടെ ചെയ്താലും മതി. പക്ഷേ എസ്എംഎസും അവിടെ ഉപയോഗിക്കാൻ കഴിയും. ഇമെയിലിന്റെ കാര്യം നമ്മുടെ ബിസിനസ്സിൽ ഇപ്പൊ ആവശ്യമില്ല. ഇമെയിലിന് പകരം എസ്എംഎസും വാട്സാപ്പും നിങ്ങൾക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ചില ഫോളോ അപ്പ് ചെയ്യാം. എന്താണ് ഈ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫോളോ അപ്പ്? ചില പോയിന്റുകളിലൂടെ പറയുന്നത് ഷെഡ്യൂളിംഗ് എ മീറ്റിംഗ് എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഷെഡ്യൂളിംഗ് എ മീറ്റിംഗ് എന്താണ്? നിങ്ങൾക്ക് വേണ്ടി ഒരു മീറ്റിംഗ് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്യട്ടെ? അല്ലെങ്കിൽ ഷെയർ മോർ ഡീറ്റെയിൽസ്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണോ? അയച്ചു തരട്ടെ? ഇനി അതുപോലെ ക്ലോസിംഗ് എ സെയിൽ. ഒരു സെയിൽ നിങ്ങളെ ക്ലോസ് ചെയ്യാറായോ? അല്ലെങ്കിൽ ചെയ്യണോ? സഹായിക്കണോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഒരിക്കലും എന്ത് ചോദിക്കാൻ പാടില്ല? എനി അപ്ഡേറ്റ് എന്ന് ചോദിക്കരുത്. എനി അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആശയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, എങ്ങനെയാ? ഓക്കെ ആണോ? നടക്കുവോ? എനി അപ്ഡേറ്റ് അല്ലേ? സാധാരണ രീതിയിൽ നമ്മൾ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളോട് ചോദിക്കുക, നിങ്ങൾ നാളെ വരാമോ എന്ന് ചോദിച്ചാൽ അവർ വരില്ല. നിങ്ങൾ നാളെ വരാമോ എന്ന് ചോദിച്ചാൽ അവർ വരില്ല. പക്ഷെ ഇങ്ങനെ ചോദിക്കാം, നാളെ ഞാൻ അവിടെ കാണണം, അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഹി വിൽ ബി ദെയർ. നമ്മുടെ മൈൻഡിൽ തോന്നുന്ന പല ക്വസ്റ്റ്യൻസിന്റെയും പ്രത്യേകതയാണ് കേട്ടോ. ചെറിയ വാക്കുകളിലും അവർ ചിന്തിക്കുന്ന തീരുമാനങ്ങളെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും. ഇതിനാണ് ഇവിടെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ചില പോയിന്റ്സുകൾ. അല്ലാതെ നമ്മൾ ഒരാളെ വിളിച്ച് സംസാരിക്കുന്ന ഫോളോ അപ്പിങ്ങിനകത്ത് കോളിംഗ് മസ്റ്റ് ആണ്. കോളിംഗ് ചെയ്യാൻ കഴിയും. പക്ഷെ കുറഞ്ഞ പക്ഷം ഒബ്ജക്റ്റീവ് ഫോളോ അപ്പ് നമ്മൾ നടത്തിയിരിക്കണം. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒരുപാട് വിശദമായിട്ട് വലിച്ചു വാരി ഒന്നും എഴുതണ്ട. ഒരു മെസ്സേജിൽ ജസ്റ്റ് ഒരു റിമൈൻഡർ കൊടുക്കുക. അത് ചെറിയ വാക്കുകളാണ് അല്ലെ? ഷെഡ്യൂളിംഗ് എ മീറ്റിംഗ്. ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അയച്ചു തരണം. ബ്രോഷേഴ്സ് അയക്കാം. അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ എന്തെങ്കിലും ടൂളുകൾ അയക്കാം. നമുക്കറിയാം അല്ലെ, സഞ്ജയ് മാം ഒക്കെ നല്ലൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങൾ എഴുതിയ ടെസ്റ്റിമോണിയൽസ് ഉണ്ടാകും. അല്ലെങ്കിൽ ഈ ചില വീഡിയോയുടെ ലിങ്കുകൾ ഉണ്ടാവും. നമ്മുടെ തന്നെ സൂം ലിങ്കുകൾ ഉണ്ടാവും. ഇത് ഒക്കെ നമ്മളൊക്കെ അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയും. മൂന്നാമത്തെ കാര്യം കഴിഞ്ഞു അല്ലെ? ഇനി നാലാമത്തെ കാര്യം എന്താണ്? നാലാമത്തെ കാര്യം മൾട്ടി ചാനൽ കമ്മ്യൂണിക്കേഷൻ ആണ്. മൾട്ടി ചാനൽ കമ്മ്യൂണിക്കേഷൻ. ഒരാൾക്ക് മെസ്സേജ് അയച്ചു എന്നതുകൊണ്ട് മാത്രം ആ ബിസിനസ്സിൽ ഫോളോ അപ്പ് ആവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഒബ്ജക്റ്റീവ് ഫോളോ അപ്പ് നമ്മൾ ചെയ്യണം. പക്ഷെ അത് മാത്രമല്ല നമുക്ക് വേണ്ടത്. മൾട്ടി ചാനൽ കമ്മ്യൂണിക്കേഷൻ വേണം. അവർക്ക് ഫോണിലൂടെ നമുക്ക് ഫോൺ വിളിച്ച് സംസാരിക്കാം. അതുപോലെ എസ്എംഎസ്, ഞാൻ നേരത്തെ പറഞ്ഞു എസ്എംഎസ് അയക്കാം. ഇനി ഇതുപോലെ നേരിട്ട് കാണാനുള്ള സമയം നമുക്ക് അതിനകത്ത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അവരെ കാണാം. പക്ഷെ എന്ത് പാടില്ല? ഇതെല്ലാം കൂടി അവിയല് പരുവത്തിന് തിക്കും തിരക്കും ആക്കി കഴിഞ്ഞാൽ രാവിലെ ഫോൺ കോള്, ഉച്ചയ്ക്ക് എസ്എംഎസ്, വൈകുന്നേരം വാട്സപ്പ്, നാളെ രാവിലെ കാണാമെന്ന് പറഞ്ഞു ആകെ തിക്കും തിരക്കും ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് എന്താണ് സംഭവിക്കുക? ഒരുപക്ഷെ നമുക്കറിയാലോ, ഇതുപോലുള്ള അനുഭവം നമുക്കുണ്ടായാൽ നമുക്കറിയാം ഇത് നമുക്കല്ല അവർക്കാണ് ബെനിഫിറ്റ് എന്ന്. അങ്ങനെ ഒരു കാര്യത്തിന് ആരെങ്കിലും ഇന്ന് വരുമോ? അവനവന്റെ കാര്യത്തിന് ഗുണമില്ലാത്ത ഏതെങ്കിലും കാര്യത്തിന് അവനവൻ ഇറങ്ങിത്തിരിക്കുവോ? അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയണം. കേവലം ഒരു കാര്യം പറഞ്ഞു പോരുന്നതല്ല നമ്മുടെ ബിസിനസ്. ഇതിനെ കൃത്യമായി ചിന്തിച്ചാൽ നമുക്കറിയാലോ, വളരെ ഗൗരവമുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് നമ്മൾ എടുത്തു വെക്കുന്നത്. ഇവിടെ ഏതെങ്കിലും മുഖത്ത് തേക്കുന്ന ക്രീമോ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂ ഒന്നുമല്ല നമ്മുടെ പ്രൊഡക്റ്റ്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. ഭാവി തലമുറയെ ഒരുക്കിയെടുക്കുന്നതിൽ വലിയൊരു പങ്ക് ഈ ഒരു പ്രൊഡക്റ്റിനും നമ്മൾ ഏറ്റെടുക്കുന്ന ബിസിനസ്സിനും ഉണ്ട് എന്ന ചിന്ത, ആ ഗൗരവത്തെ നമ്മുടെ കൂടെയുള്ള വ്യക്തികളിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണയോട് കൂടി ഒരു ഫോളോ അപ്പോട് കൂടി നമ്മൾ പോകണം. ഇവിടെ എസ്എംഎസ് അയക്കണം, മെസ്സേജ് അയക്കണം, വാട്സപ്പ് മറ്റേ എന്താണ് കോള് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കേട്ടുണ്ട്. എല്ലാം കൂടി ഒരു ദിവസം ചെയ്യാനല്ല. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു കസ്റ്റമറിന്റെ പെയിൻ പോയിന്റ് നമ്മൾ തിരിച്ചറിയാം. എങ്ങനെയാണ് അവരിലേക്ക് ഇത് ഷൂട്ട് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവും. അവരുടെ പെയിൻ അത്രയ്ക്ക് മേൽ വലുതാണ്. മീൻസ് ഒരു കുട്ടിയെ സംബന്ധിച്ച് അവർ അത്രത്തോളം ബോദർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഒരു ജോലിയുടെ ആവശ്യം വളരെ കൂടുതലാണെങ്കിൽ അവരെ ഏത് രീതിയിൽ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതിന്റെ പ്രയോറിറ്റി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അത് നേരത്തെ പറഞ്ഞ പേഴ്സണലൈസേഷനിൽ വരുന്നതാണ്. കാരണം ഏഹ്, അത്യാവശ്യമായിട്ടൊരു ജോലിക്ക് നിൽക്കുന്ന ഒരാളോട് ഈ ഒരു കാര്യം അയാൾ പറഞ്ഞു. അയാൾ പറയാണ്, എനിക്ക് എങ്ങനെയും ഒരു ജോലി തരാം. എനിക്ക് വലിയൊരു കമ്മ്യൂണിറ്റിയെ ഞാൻ ഹോൾഡ് ചെയ്യുന്നു. എന്റെ കൂടെ കുറെ അധികം പേരുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് പറഞ്ഞാൽ, സാറ് കഴിഞ്ഞ ദിവസം സൂം മീറ്റിംഗ് നടത്തിയപ്പോൾ പറഞ്ഞു, 24 മുതൽ 48 മണിക്കൂർ വരെ കാത്തിരിക്കണം. അതായത് ഈ ചില വീട്ടമ്മമാര് രാത്രിയിൽ പയറ് വെള്ളത്തിലിട്ട് വെക്കും അല്ലേ? അത് കിളുത്തിട്ട് രാവിലെ കറി വെക്കാൻ.
എന്നതുപോലെ 24 മുതൽ 48 മണിക്കൂർ വരെ കാത്തിരുന്നിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ് ആയിട്ട് അതിനെ ചിന്തിക്കരുത്. കാരണം ഇവിടെ ആ കസ്റ്റമറിന്റെ കൺസേൺ, ആ വ്യക്തിയുടെ നീഡ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഹൈ പ്രയോറിറ്റിയിലുള്ള ഒരു കാര്യമാണ്. അവിടെ കോൺസെപ്റ്റുകളല്ല, നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ മാർക്കറ്റിംഗ് ആണ് അവിടെ സംഭവിക്കുക. അവിടെ ആ വ്യക്തിക്ക് വേണ്ടുന്ന എന്താണോ സഹായം അത് ഇൻസ്റ്റന്റ് ആയിട്ട് കൊടുക്കാൻ നമുക്ക് കഴിയണം. സോ പേഴ്സണലൈസേഷൻ കഴിഞ്ഞ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഇതായിരുന്നു, മൾട്ടി ചാനൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ? അപ്പോൾ ആ വ്യക്തിയെ ഇൻസ്റ്റന്റ് ആയിട്ട് ഏത് രീതിയിൽ ആ വ്യക്തിയുടെ അടുത്ത് നമ്മുടെ ആശയങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയും. ഇതാണ് അടുത്ത പോയിന്റ്. ഇനി 5ാമത്തെ പോയിന്റ് എന്താണ്? മേക്ക് ദം വാല്യൂ ഓൺ ഈച്ച് ടൈം. അവരെ ഓരോ തവണയും വിലയുള്ളവരാക്കി മാറ്റുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ പലപ്പോഴും ബിസിനസ്സുകളൊക്കെ പറയുമ്പം അവരുടെ പ്ലസ് പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ അവർക്ക് ഭയങ്കര ഗ്രാസ്പിംഗ് പവർ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലർ പറയാം ഞാൻ ഒരുപാട് വായിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ചിലർ പറഞ്ഞേക്കാം ഞാൻ കുട്ടികളെ വളരെ സ്നേഹിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ചിലർ പറഞ്ഞേക്കാം ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ഞാൻ കുറേ നാളുകളായി ചെയ്യുന്നു. ആൻഡ് ദേ ആർ പ്രൊമോട്ടേഴ്സ് ടു അല്ലേ? പക്ഷെ ഇത്തരം ആളുകളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ചില ടിപ്സുകൾ നമ്മൾ ഓർത്തു വെക്കുക, അല്ലെങ്കിൽ ചില സ്റ്റോറീസ് നമ്മൾ ഓർത്തു വെക്കുക എന്നുള്ളതാണ് ഈ 5ാമത്തെ പോയിന്റ് പറയുന്നത്. ഇത് ചെറിയ കാര്യമല്ല. അവർക്ക് ഗുണകരമാകുന്ന, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഈ ഫോളോ അപ്പിംഗ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഒരു 5 കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ നമ്മുടെ ബിസിനസ്സിൽ കൃത്യമായ ഒരു സിസ്റ്റം ഡെവലപ്പ് ആവും. ഇനി മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബോണസ് പോയിന്റ് കൂടി പറയാം. നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു സെയിൽസ് റൂട്ടീൻ സ്ട്രാറ്റജിക്കൽ ഫോളോ അപ്പിന് 14 ദിവസം ഒരാളിലേക്ക് മാറ്റിവെക്കാം. ഐ റിപ്പീറ്റ്, ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിക്കൽ ഫോളോ അപ്പിന് 14 ദിവസം മാറ്റിവെക്കാം. ഈ 14 ദിവസം കഴിഞ്ഞാൽ അയാളെ തള്ളിക്കളയണം എന്നല്ല എൻ്റെ മീനിങ്. അയാളെ ഹൈ പ്രയോറിറ്റിയിൽ നിന്ന് മാറ്റാം എന്നാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ പലരുടെയും പ്രശ്നം എന്താണ്? ഇനി നമ്മുടെ റിയാലിറ്റിയിലേക്ക് വരികയാണ് കേട്ടോ. നമ്മുടെ ബിസിനസ്സിൽ കഴിഞ്ഞ 3-4 മാസങ്ങളായി ഈ ബിസിനസ്സിനെ ഏറ്റെടുത്ത പലരുമുണ്ട്. ഈ ബിസിനസ്സിൽ പലരും ഏറ്റെടുത്തിട്ട് അവരുടെ മെയിൻ പ്രശ്നങ്ങൾ പലരും പറഞ്ഞു, സാറേ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. ചില പരിമിതികൾ നമ്മുടെ ആപ്പിനോട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നെറ്റ് കിട്ടാത്തത് ബന്ധപ്പെട്ടോ ഒക്കെ ചെറിയ ചെറിയ ചില പ്രശ്നങ്ങളുണ്ടായിട്ട് എനിക്ക് വേണ്ട രീതിക്ക് അത് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് അവർ ടാർഗറ്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് നമ്മൾ അവരെ എത്തിച്ചോ എന്നുള്ളതാണ് ചോദ്യം. അത് എത്തിക്കാതെ വരുന്നത് കൊണ്ട് അവരുടെ അവിടെ ടെക്നിക്കൽ ഡിലേ ഉണ്ടാവുന്നു. ഈ ഡിലേ നമ്മളെ നെഗറ്റീവ് ആക്കുന്നു. സോ അവിടെ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി ഇതാണ്. നമ്മൾ ഒരാളെ കണ്ടെത്തിയാൽ ഡേ 1 നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടുന്ന ഒരു ഷെഡ്യൂൾ അനുസരിച്ച് ഈ ഒരു ആശയത്തെ നമുക്ക് കൊടുത്തു അല്ലെ? ഫസ്റ്റ് ഡേയിൽ നമ്മൾ ചെയ്യുന്നതാണ്. സെക്കൻഡ് ഡേയിലല്ല, തേർഡ് ഡേയിൽ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് വേണ്ട ചില പോയിന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റൂട്ടീൻ ഫോളോ അപ്പിൽ ഒരു ഒബ്ജക്റ്റീവ് മെസ്സേജ് കൊടുക്കുന്നു. ഒന്നുകൂടി നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഡേ 1 നമ്മൾ ആ ബിസിനസ് ആശയം കൊടുത്തു, പ്ലാൻ കൊടുത്തു, അതിനുശേഷം അതിന്റെ സപ്പോർട്ടിങ്സ് എല്ലാം കൊടുത്തു. ഡേ 3 അതായത് 24 മുതൽ 48 മണിക്കൂർ ക്ലോസ് ചെയ്യുന്ന ടൈമിനുള്ളിൽ അവർക്ക് നമ്മളൊരു ടിപ്സ് കൊടുത്തിരിക്കണം. ഡേ 5 എന്ത് ചെയ്യാം? അതിനൊരു റൂട്ടീൻ ഫോളോ അപ്പ് കൊടുക്കുക. അതായത് ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ റെഡിയാണോ? നമുക്ക് എന്നോട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഡേ 10 ഈ ക്വസ്റ്റ്യൻസിനെ ഒന്നുകൂടി ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസ്സിൽ, അതായത് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ അവർ ഏറ്റെടുക്കാൻ പോകുന്ന ബിസിനസ്സിൽ നമ്മുടെ റോള് ഒന്ന് മേക്ക് ഷുവർ ചെയ്യാൻ ഞാൻ എന്ന് തൊട്ട് അവിടെ അവൈലബിൾ ആകണം. ഇതിന് 10 to 14 അതായത് 10 മുതൽ 14 ദിവസത്തിൽ റൂട്ടീൻലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോഫ്റ്റ് റിമൈൻഡർ എന്നാണ് ഇതിന് പറയുക. സോഫ്റ്റ് റിമൈൻഡർ എന്താണ്? അവരെ അധികം ബുദ്ധിമുട്ടിക്കാതെ അവരിലേക്ക് ഒരു ഓഫർ സപ്പോർട്ടൊക്കെ കൊടുത്ത്, അതായത് അല്ലേ, നമ്മുടെ കമ്പനി ചില ഓഫറുകളൊക്കെ ഈ ആഴ്ച വെച്ച് നമുക്കറിയാം. കഴിഞ്ഞ മാസം നമ്മുടെ കമ്പനി ഓഫർ കൊടുത്തിരുന്നു. ഈ ഓഫറുകൾ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാം. ഈ ഓഫറുകൾ റിമൈൻഡ് ചെയ്യുമ്പോൾ അത് ഫൈനലൈസേഷൻ ആണ്. അതോടുകൂടി അവരൊരു തീരുമാനത്തിലേക്ക് വരും. ഇനിഷ്യൽ ഫോളോ അപ്പ് കൊടുക്കുന്നു. തേർഡ് ഡേയിൽ ആഡ് വാല്യൂ, അതായത് നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൊടുത്തവരെ ഫോളോ അപ്പ് ചെയ്യുന്നു. 7ാം ദിവസം അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമാണെന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുന്നു. ആൻഡ് 14th ഒരു സോഫ്റ്റ് റിമൈൻഡർ കൊടുക്കുന്നു. ഇത് ഒരു 2 ആഴ്ചത്തെ പ്രോസസ്സാണ് അല്ലെ? 14 ദിവസം വെച്ചാൽ 2 ആഴ്ചത്തെ പ്രോസസ്സാണ്. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ പ്രിയമുള്ളവരെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ ഫോളോ അപ്പിംഗ് കറക്റ്റ് ആയെങ്കിൽ മാത്രമേ ഒരു സെയിൽസ് ക്ലോസിംഗ് യഥാർത്ഥത്തിൽ സംഭവിക്കുകയുള്ളൂ. കേവലം ഒരു പ്രൊഡക്റ്റിന് വേണ്ടി 4000-5000 രൂപ മുടക്കി അത് വാങ്ങി പോക്കറ്റിൽ വെക്കുക എന്നുള്ളതല്ല നമ്മുടെ ആവശ്യം. ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാൻ കഴിയണം. നമുക്കറിയാം ഈ ബിസിനസിന്റെ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ.
വലിയ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ഡിസൈൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ ബിസിനസ് നിങ്ങൾ ഏറ്റെടുക്കാൻ കഴിയണം. ഇപ്പോൾ പറഞ്ഞ ഈ 5 പോയിന്റ് നിങ്ങൾ മറക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന പക്ഷം നമ്മുടെ ബിസിനസിന്റെ ഫോളോ അപ്പിംഗ് കറക്റ്റ് ആണെങ്കിൽ നാളെ മുതൽ നിങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ പുതിയ ആക്ടിവേഷൻസ് ആണ് സംഭവിക്കുക. സൈൻ അപ്പ് അല്ല നമുക്ക് ആവശ്യം. സൈൻ അപ്പ് ആവശ്യമാണ്. പക്ഷെ അതിനോടൊപ്പം അതൊരു ആക്റ്റീവ് മെമ്പറായി മാറണം. ആ ബിസിനസിനെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നവർക്ക് വലിയൊരു ലിവറേജിംഗ് ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു. അത്തരം ബിസിനസ്സുകൾ മുന്നോട്ടുള്ള നമ്മുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുതിയ രീതിയിലേക്ക്, പുതിയ തലത്തിലേക്ക് നമ്മുടെ ജീവിതവും മാറ്റപ്പെടുവാനിടയാകും. അതുകൊണ്ട് സ്ട്രാറ്റജിക്കൽ ഫോളോ അപ്പ് നിങ്ങൾ ഇന്ന് മുതൽ ശീലിച്ചു തുടങ്ങുക. കൂടുതലായ വിവരങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് ഇനി അപ്ഡേറ്റുകൾ ലഭിക്കുന്നതാണ്. തൽക്കാലം നമ്മുടെ സമയപരിമിതി മൂലം ഇവിടെ നിർത്തുന്നു. ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന പോയിന്റുകൾ നോട്ട് ചെയ്തു വെച്ചതിന് സന്തോഷം. താങ്ക് യു. താങ്ക് യു ഓൾ.